ഓഫ് ഹോപ്പ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ച് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ. കോവിഡ് മഹാമാരിക്കാലത്ത് മാതാപിതാക്കളെ നഷ്ടമായ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജോയ് ഓഫ് ഹോപ്പ്. തൃശൂർ അതിരൂപത DBC LC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജോയ് ആലുക്കാസ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മജീഷ്യനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി. സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയതിനു ശേഷം SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 24 വിദ്യാർത്ഥികളെ ഗോപിനാഥ് മുതുകാടും ജോയ് ആലുക്കാസും ജോളി ജോയ് ആലുക്കാസും ചേർന്ന് ആദരിച്ചു. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശവും അവസരവും മുഴുവൻ കുട്ടികൾക്കും ഒരുക്കി നൽകണമെന്ന ചിന്തയിൽ നിന്നാണ് ജോയ് ഓഫ് ഹോപ്പ് പദ്ധതി ആരംഭിച്ചതെന്ന് ഡോക്ടർ ജോയ് ആലുക്കാസ് പറഞ്ഞു. വിദ്യാർത്ഥികളെയെല്ലാം ഒരുമിച്ച് കാണാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ജോയ് ആലുക്കാസ് കൂട്ടിച്ചേർത്തു. ഇത് 2023 തുടങ്ങി വെച്ചതാണ്. ഇന്നിപ്പോൾ 3 വർഷം കഴിഞ്ഞു. കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്നു എന്നറിഞ്ഞാലും ഇന്നിവരെ ഒന്നിച്ച് കാണാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ മുതുകാട് ഒരു ചെറിയ മാജിക്കൊക്കെ ഗോപിനാഥ് മുതുകാട് ഒരു മാജിക്കെല്ലാം ഇവിടെ ചെയ്യണ്ടായി. അതിൽ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് വരാൻ സാധിച്ചാൽ എനിക്ക് വളരെ സന്തോഷമായി. എന്തായാലും കുട്ടികൾക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു മനുഷ്യനെ കാണാനൊപ്പം സാധിച്ചല്ലോ. 2023 തൃശൂർ കളക്ടറായിരുന്ന കൃഷ്ണതേജ IASന്റെ നേതൃത്വത്തിലാണ് ജോയ് ഓഫ് ഹോപ്പ് പദ്ധതി ആരംഭിച്ചത്. 2.5 കോടി രൂപയിലധികം ചെലവിട്ട പദ്ധതിയിലൂടെ 300-ലധികം വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് നേടി. ഗുണഭോക്താക്കളായ കുട്ടികളും രക്ഷിതാക്കളും അതിഥികളും ഉൾപ്പെടെ നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ കുട്ടികൾക്കായി ഗോപിനാഥ് മുതുകാട് മാജിക്കും അവതരിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.